ഇല്ലായിരുന്നു. ഇറങ്ങിയിരിക്കുക അയാളുടെ കണ്ണൊക്കെ. ഞാൻ എന്നിട്ട് ഉറക്കെ കരയാൻ തുടങ്ങി. അയാളെ പിടിവലിക്കിടയിൽ അയാളെ കൈതട്ടി തന്നെ ആ ക്യാമറ ഓണായ. എന്നിട്ട് അയാൾ ആ ഫോൺ പിടിച്ചു വാങ്ങിച്ചിട്ട് അയാളുടെ പോക്കറ്റിലിട്ട് എൻ്റെ ഫോൺ. എന്നിട്ട് വീണ്ടും എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ വന്നു, വട്ടം പിടിക്കാൻ വന്നു അയാൾ. വട്ടം പിടിക്കാൻ വന്നപ്പോൾ ഞാൻ പിന്നെ അയാളെ തള്ളി. ഞാൻ പെട്ടെന്ന് എടുത്ത് താഴോട്ട് ചാടി. ആ റിയാസ് വന്നിട്ട് എൻ്റെ കാല് പിടിച്ച് വലിച്ച് വീണ്ടും എന്നെ അകത്തോട്ട് കൊണ്ടുവന്ന് നോക്കി. എന്നിട്ട് ഞാൻ ബഹളം വെച്ചപ്പോൾ വാ പൊത്തിയപ്പോൾ ഞാൻ കടി കൊടുത്തു. ഹോട്ടൽ മുറിയിൽ വെച്ചുള്ള പീഡന ശ്രമത്തിനിടെ രക്ഷപ്പെടാൻ ഹോട്ടലിൻ്റെ കെട്ടിടത്തിൽ നിന്ന് ചാടി ഒരു പെൺകുട്ടിയുടെ ചാടിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടത്. തീർച്ചയായിട്ടും അത് സ്ത്രീകൾ വളരെയധികം സുരക്ഷിതമല്ലാതെ ആയിരിക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു ഹോട്ടൽ ഉടമേനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹോട്ടലടക്കം പൂട്ടിക്കണം. പിന്നെ ആ പുള്ളിക്ക് അതിനകത്ത് വീട്ടിലൊന്നും പെണ്ണുങ്ങളില്ലാണ്ടാണോ കണ്ട പാവപ്പെട്ട ഒരു കുടുംബത്തിന് അരി മേടിക്കാൻ വരുന്ന പെൺപിള്ളേരെയൊക്കെ തന്നെ കാമക്കണ്ണ് കൊണ്ട് കാണുന്നത്. ഇതിൻ്റെയൊക്കെ സാധനമൊക്കെ അടിച്ചു പൊട്ടിക്കാൻ ആൾക്കാരില്ല എന്നല്ല, അവനെ അടിച്ച് അവൻ്റെ ഹോട്ടൽ അടിച്ച് പട്ടണം തറക്കണം എന്നാണ്. ആ പെൺകൊച്ച് എന്തുമാത്രം പേടിച്ചും വേദനയോടെ സഹിച്ചിട്ടുണ്ടാവുന്നത്. ഇതുപോലെ എത്ര പെൺകുട്ടികൾ എത്ര സ്ഥലങ്ങളിൽ പീഡനം അനുഭവിക്കുന്നുണ്ട്. തിരുത്തി ഓർത്ത് പെൺകുട്ടികളെ നിങ്ങൾ സ്പോട്ടിൽ പ്രതികരിക്കുക. അവൻ്റെയൊക്കെ ഇത് അനുസരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ പോവുള്ളൂ. ഇതെന്തെങ്കിലും നിങ്ങളോട് മോശം പിന്നെ സ്പോട്ടിൽ കർണത്തടി അടിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ജോലി വിട്ടങ്ങ് പോവുക. തൻ്റെ ഇടം ഉണ്ടെങ്കിൽ എവിടെയും ജീവിക്കാൻ പറ്റും. ആരും നമ്മുടെ ദേഹത്തോടില്ല.